കേരള നാട്ടിൽ വിജയം നേടിയ എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി വീണ്ടും കേരളത്തിൽ എന്ന ടാഗ്ലൈനോടെ 2004 ഇറങ്ങിയ ചിത്രം 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം റിലീസിനൊരുങ്ങുന്നു. മോഹൻരാജ് സംവിധാനം ചെയ്ത ചിത്രം കൊമേഴ്ഷ്യൽ ഹിറ്റ് മാത്രമായിരുന്നില്ല, ഇതിൽ അഭിനയിച്ച പല അഭിനേതാക്കളുടെയും വഴിത്തിരിവ് കൂടിയായിരുന്നു. അസിന്റെ നായികയായിട്ടുള്ള തമിഴിലേക്കുള്ള അരങ്ങേറ്റ ചിത്രവുമായിരുന്നു ഇത്. ഏകദേശം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നദിയ മൊയ്തു തിരിച്ചു വന്ന ചിത്രവും. ഹീറോയിനായി മാത്രം തിളങ്ങി നിന്നിരുന്ന നദിയ മൊയ്തു ശക്തമായ അമ്മവേഷവുമായാണ് തിരിച്ചെത്തിയത്. ഇനി സിനിമ ചെയ്യുമോ എന്ന് അറിയാതിരുന്ന സമയത്താണ് എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി ചെയ്യുന്നതെന്ന് നദിയ പറഞ്ഞിരുന്നു. രവി മോഹന്റെ ആദ്യ ചിത്രം ജയത്തിനു ശേഷം 6 മാസത്തോളം ഇടവേളയെടുത്തിട്ട് നല്ല സിനിമ ചെയ്യണമെന്ന ആഗ്രഹവുമായി ചെയ്ത സിനിമയാണ് എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്നാണ് രവി മോഹൻ പറഞ്ഞിരുന്നത്. രവി മോഹന്റെ അഭിനയ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റായ ചിത്രമായിരുന്നു ഇത്. ഒരു നടനെന്ന നിലയിൽ തമിഴിൽ കാലുറപ്പിച്ച ചിത്രവും. ബോക്സിംഗിന്റെ പശ്ചാത്തലത്തിൽ ആക്ഷൻ, പ്രണയം, നർമ്മം, വൈകാരികത എന്നിവ പറയുന്ന ചിത്രം വലിയ പ്രേക്ഷക സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത്. ഒരു തമിഴ് ആൺകുട്ടിയുടെയും മലയാളി പെൺകുട്ടിയുടെയും കഥയാണ് ചിത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിലും തമിഴിലും ഒരുപോലെ ചിത്രത്തിന് സ്വീകാര്യത ലഭിച്ചിരുന്നു. രവി മോഹനും നദിയ മൊയ്തുവും തമ്മിലുള്ള അമ്മ മകൻ ബന്ധവും അസിൻ രവി മോഹൻ കോംബോയും ഒരു പുതിയ കാഴ്ച പ്രേക്ഷകർക്ക് കൊടുത്തു. ഇപ്പോഴും ഫാമിലി ഓഡിയൻസിന് ഇമോഷണൽ ആക്കുന്ന ഒരു ചിത്രം തന്നെയാണിത്. ചിത്രത്തിൽ ശ്രീകാന്ത് ദേവ് സംഗീതം നിർവഹിച്ച പാട്ടുകളായ ചെന്നൈ സെന്തമിഴ്, അയ്യോ അയ്യോ, നീയെ നീയെ പാട്ടുകളും വൻ ഹിറ്റായിരുന്നു. പ്രകാശ് രാജ്, ഐശ്വര്യ, വിവേക് വെണ്ണിറാടിമൂർത്തി, TP മാധവൻ, ജ്യോതിലക്ഷ്മി എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മാർച്ച് 14 വീണ്ടും പ്രദർശനത്തിനെത്തുന്ന ചിത്രം ഡ്രീം ബിഗ് ഫിലിംസ് ആണ് കേരളത്തിൽ റിലീസ് ചെയ്യുന്നത്.